ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയും 1 മുട്ടയും കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളതും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നന്നായി മിക്സായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചെറിയൊരു പച്ചമുളകും അതുപോലെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിരകിയ തേങ്ങ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പുഴുങ്ങിയ മുട്ട ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പമല്ലേ ഈ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്? ഒരു മുട്ട പുഴുങ്ങിയെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മാവുണ്ടല്ലോ, അത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തൊടാൻ പറ്റുന്നില്ലെങ്കിൽ അല്പം വെള്ളത്തിൽ തൊട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ മാവ് നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. മാവെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് പരത്തിയെടുക്കുന്നത്. അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഓരോ ബോളായി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. പ്രസ്സർ കയ്യിലുള്ളവരാണെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പ്രസ്സർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ കാണിക്കുന്നത്. പരത്തിയെടുത്ത മാവിൻ്റെ നടുവിലേക്കായി കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാവുന്നതാണ്. അരിമാവ് വെച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലതുപോലെ ഒട്ടിയിരുന്നോളും. ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ നേരത്തെ ആലു പറാത്ത തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ബാക്കിയുള്ള മാവെല്ലാം ഞാൻ ഇതുപോലെ പ്രസ്സർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ മാവും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഇഡലി പാത്രത്തിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.